ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറയുന്നത് ഞാനും ഐസും മാത്രമുള്ള നമ്മുടെ നോമ്പായതിന് ശേഷം ഞാനും ഐസും മാത്രമുള്ള ഫസ്റ്റിലത്തെ നോമ്പ് പറയാം. കാരണം റാഷിഖാക്ക് ഇഫ്താർ മീറ്റ് ഉണ്ടായിട്ട് റാഷിഖ അങ്ങോട്ട് പോയി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഇന്നലത്തെ ദോശേൻ്റെ മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു 3-4 ദോശ ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ കൂടെ മുട്ടക്കറി ആക്കാം. പിന്നെ പഴം ഉണ്ടേനും, അപ്പോൾ പഴംപൊരി ആക്കാം. കുറേ കാലത്തിന് ശേഷമാണ് പഴംപൊരി ആക്കുന്നത്. കാരണം ഉള്ളിവട നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടെങ്കിലും പഴംപൊരി അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോമ്പായതിന് ശേഷം. അതുകൊണ്ട് തന്നെ വേറെ തന്നെ ടേസ്റ്റ് ചെയ്യുന്നത് കഴിക്കാനും. പിന്നെ ഇതിലേക്ക് ഞാൻ ആകെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എൻ്റെ കയ്യിലുള്ള മുളക് പൊടിക്ക് കുറച്ച് എരിവ് കൂടുതലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തേ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഐസും കൂടി ഉള്ളതല്ലേ. പിന്നെ ഞാൻ 2 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറി അവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പം പഴം ഞാൻ ബാറ്ററിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴം കോരിയിട്ടിടാനുള്ളതും ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട്. പിന്നെ പഴംപൊരി ആയി വന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഒട്ടിയിട്ടാണുള്ളത്. പിന്നെ ഞാൻ ഫ്രൂട്ട് വെറും വത്തക്ക മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെ ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ ഞാനെല്ലാം ടേബിൾ മേലെ കൊണ്ടുവെക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 6:20 ആയപ്പോഴാണ് എനിക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു നോമ്പ് തുറ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.